ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവിൽ നിന്നും UEFI മോഡിൽ എങ്ങനെയാണ് വിൻഡോസ് 10 ഒരു HP-യുടെ ലാപ്ടോപ്പിൽ ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ OS ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഒരു പെൻഡ്രൈവ് നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ലാപ്ടോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം എസ്കേപ്പ് പ്രസ് ചെയ്ത് വിട്ട് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട ബൂട്ട് ഓപ്ഷനിൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പോകാം. നമുക്കിപ്പോൾ ബയോസ് കുറച്ച് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. അതുകൊണ്ട് F10 നമ്മൾ പ്രസ് ചെയ്യുന്നു. ബയോസിലേക്ക് ഇപ്പോൾ നമ്മൾ എൻ്റർ ആയിരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് സിസ്റ്റം കോൺഫിഗറേഷൻ എന്നുള്ള ടാബിലാണ് പോകേണ്ടത്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബൂട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അതിനകത്ത് USB ബൂട്ട് എനേബിൾ ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ലെഗസി സപ്പോർട്ട് ഡിസേബിൾ ആണെങ്കിൽ നമുക്ക് നോർമലി ഈ ലാപ്ടോപ്പിൽ UEFI ബൂട്ട് എനേബിൾ ആയി കിട്ടത്തുള്ളൂ. പിന്നെ സെക്യൂർ ബൂട്ട് ഡിസേബിൾ ആണോ എന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്തിരിക്കണം. അതിവിടെ ഡിസേബിൾ ആണിപ്പോൾ ഓൾറെഡി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഓപ്ഷൻസ് ഞാൻ ചേഞ്ച് ചെയ്യണില്ല. ഇനി വന്ന് നമ്മുടെ ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് എന്നുള്ളത് നമ്മുടെ USB ഡിവൈസിനെ നമ്മളിവിടെ ഫസ്റ്റ് ബൂട്ട് ഡിവൈസായിട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യാമെന്നുള്ളത് ഇവിടെ സൈഡിൽ നമുക്ക് മിക്കവാറും തന്നെ നമുക്ക് ഏത് ഓപ്ഷനാണ് നമുക്ക് ബൂട്ട് ഓപ്ഷന് ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ടാവും ഏതാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് അത് നോക്കുക. ഈ ബോർഡിൽ നമ്മളിപ്പോൾ കാണിക്കുന്നത് F5ഉം F6ഉം ആണ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏത് ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുന്നു അവിടെ നമ്മൾ അപ്പാക്കുന്നു. ഇപ്പോൾ അവിടെ F6 അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ബൂട്ട് ഡിവൈസായി. ഇനി നമുക്ക് ജസ്റ്റ് സെറ്റിങ്സ് F10 അടിച്ചോ, സേവ് കൊടുക്കുക. അടുത്ത ബൂട്ട് ചെയ്ത് നമ്മുടെ പെൻഡ്രൈവിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് നമുക്കിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. നമ്മുടെ ലാംഗ്വേജ് ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഡിഫോൾട്ട് ലാംഗ്വേജ് ഏത് ഓപ്ഷനിലാണ്, കീബോർഡ്, കറൻസി ഫോർമാറ്റുകൾ, ഇതൊക്കെ നമ്മൾ നോർമലി US ആണ് നമ്മൾ ഫോളോ ചെയ്യാറ്. ഒരു ഇൻ്റർനാഷണൽ ഫോർമാറ്റ് ആയതിന് അത് തന്നെ എപ്പോഴും ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ പോവാം. നമുക്കിത് റിപ്പയർ ചെയ്യാനാണെങ്കിൽ അതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, റിപ്പയർ യുവർ PC. ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം എന്താ പറയുക, ബൂട്ടിങ്ങിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ വന്നെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റിക്കവർ ചെയ്തെടുക്കാനും ഒരു ഓപ്ഷനാണ് ഇപ്പോൾ താഴെ കാണുന്ന ഈ റിപ്പയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. നമുക്കിപ്പോൾ നമ്മൾ ഏതെങ്കിലും പുതിയതായിട്ട് OS ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അടുത്തായിട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് OS വേർഷനാണ് നമുക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്കിപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഏത് ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്, ഏത് ഫീച്ചറുള്ള OS ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ. ഇതിപ്പോൾ ഒരു ബിസിനസ് സീരീസിലുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ വിൻഡോസ് 10ൻ്റെ പ്രോ എഡിഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെപ്പോഴും നമ്മൾ ഓർക്കുക, കാരണം നമ്മളിത് ഒരിക്കലും പൈറേറ്റഡ് OSകളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ എന്താ പറയുക, ലോയ്ക്കും IT ലോസിനൊക്കെ നമ്മൾ അഗനിസ്റ്റ് ആണെന്നുള്ള ഓർക്കുക. അതിനാൽ നമ്മൾ ഒരിക്കലും പൈറേറ്റഡ് ആയിട്ടുള്ള ഒരു OS ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. OS എപ്പോഴും വാങ്ങി തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ നെക്സ്റ്റ് OS സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പോകുന്നു. ഇവിടെ നമ്മൾ ഒരു എഗ്രിമെൻ്റ് അവർ കാണിക്കും, അത് നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മളത് റീഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് OS ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് റീഡ് ചെയ്ത് നമ്മൾ താഴെ എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നമ്മൾ പാർട്ടീഷൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വരികയാണ്. ഏത് ഡ്രൈവിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളിത് ഓൾറെഡി OS UEFI ചെയ്തിരുന്ന ഒരു മെഷീനാണ്. നമ്മൾ ഒന്നുകൂടെ ഇത് ഫ്രഷ് ആയിട്ട് കുറച്ച് ബഗ്സ് ഒക്കെ ഉള്ളതിന് നമ്മളതൊന്ന് മാറ്റി ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. ഞാനതിൻ്റെ അത് കുറച്ച് ഡിഫാൾട്ട് ആവശ്യമില്ലാത്ത പാർട്ടീഷൻസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, നമുക്ക് പുതിയതായിട്ട് OS ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇനി അടുത്ത സെക്കൻഡ് ഡ്രൈവ്, ഇതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല. കാരണം
നമ്മൾ പുതിയതായിട്ട് ഒരു OS ചെയ്യുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി റീക്രിയേറ്റ് ആകുന്നതാണ്. നമ്മളൊരു C ഡ്രൈവ് പാർട്ടീഷൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആകുന്ന പാർട്ടീഷൻസാണ് ഇപ്പോൾ നമ്മൾ കളഞ്ഞത്. അതിൻ്റെ റിക്കവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഇത്രയും അൺപാർട്ടീഷൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ ന്യൂ കൊടുത്ത് ഇതിവിടെ നമുക്ക് എത്രയാണ് ഇപ്പോൾ ഉള്ള ആ കറണ്ട് സ്പേസിൻ്റെ വാല്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പുതിയതായിട്ടൊരു പാർട്ടീഷൻ ആഡ് ചെയ്യാനാലും അൺപാർട്ടീഷൻ്റെ സ്പേസിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് പാർട്ടീഷൻ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത്രയാണ് നമ്മുടെ മാക്സിമം സ്പേസ്, അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ റിക്കവറി MSR അങ്ങനെയുള്ള പാർട്ടീഷൻസ് എല്ലാം നമുക്കവിടെ കിട്ടും ഓട്ടോമാറ്റിക്കലി. GPTയുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ടീഷനും വോയിസിൻ്റെ റിക്കവറി കൺസോളും ഇതെല്ലാം നമുക്കവിടെ ഇപ്പോൾ കിട്ടുന്നതാണ്. അപ്പം നോക്കിയാൽ നമുക്ക് കാണാം ആ പാർട്ടീഷൻ്റെ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. റിക്കവറി വന്നിട്ടുണ്ട്, സിസ്റ്റം, MSR ഇതെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ പ്രൈമറി C എന്നുള്ള ഡ്രൈവിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ ഇൻസ്റ്റലേഷൻ ഏതാണ്ട് തീരാനുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഒരു 95% വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് തീർന്നതിന് ശേഷം റീസ്റ്റാർട്ടായിട്ട് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സ്റ്റേജ് കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മൾ അവിടെ ഒന്നും ബോധേറാകണ്ട. തേർഡ് സ്റ്റേജിലാണ് നമുക്ക് കുറച്ച് കോൺഫിഗറേഷൻസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി, റീസ്റ്റാർട്ടായി കയറി വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പം ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും ബയോസിൻ്റെ സെറ്റിങ്സിൽ ഒന്നും കൂടെ പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബൂട്ട് ഓപ്ഷൻസ് ഒന്ന് മാറ്റണം. കാരണം അവിടെ ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് നമ്മൾ USB ഡ്രൈവ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് F10 അടിച്ച് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റാൻ പോവുകയാണ്. ഇതിനകത്ത് നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ്റെ അകത്ത് വരുന്നു. അവിടെ വന്ന് നമ്മൾ ബൂട്ട് ഓപ്ഷന് വരുന്നു. ഈ ബൂട്ട് ഓപ്ഷൻ്റെ അകത്ത് നിന്ന് നമ്മുടെ USB-നെ നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് ആക്കണം. കാരണം നമ്മൾ ഇനി OS ബൂട്ട് മാനേജറാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് താഴത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീണ്ടും നമുക്ക് F10 അടിച്ച് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളിനി സെക്കൻഡ് സ്റ്റേജ് നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് ഇനിയിപ്പോൾ ബൂട്ട് ചെയ്ത് കയറേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള ഓപ്ഷൻസാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തത്. നമ്മുടെ ഡിവൈസ് എല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് തീർന്നുകൊണ്ടിരിക്കണം. ഡിവൈസ് സെറ്റപ്പ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് റീസ്റ്റാർട്ടോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ടാകും. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നു. നമ്മളെ കോൺഫിഗറേഷൻ്റെ ഫൈനൽ ഓപ്ഷൻസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് റീജിയനിലാണ് നമ്മുടെ ഇത് സിസ്റ്റം നിൽക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈം സോണും കാര്യങ്ങളൊക്കെ കറൻസിയുടെ സെറ്റിങ്സ് അതെല്ലാം ഈ ഒരു റീജിയൻ ബേസ് ചെയ്താണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇപ്പോൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ കൊടുക്കുക. ഇന്ത്യ. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. യെസ് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്ന കീബോർഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഏത് ടൈപ്പ് കീബോർഡാണ് നമ്മൾ ഉപയോഗിക്കണം, അങ്ങനത്തെ ലേഔട്ടൊക്കെയാണ് ഇത്. നമ്മൾ നോർമലി US കീബോർഡാണ് ഫോളോ ചെയ്യുന്നത്. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യുന്നു. ബൈ ഡിഫോൾട്ട് അത് തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡീഷണൽ കീബോർഡ് ലേഔട്ട് എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ കറണ്ട് ഈ സിസ്റ്റത്തിൽ ആവശ്യമില്ല, സ്കിപ്പ് ചെയ്തു പോകും. ഇവിടെ നമ്മളേതെങ്കിലും നെറ്റ്വർക്ക് ആക്സസ് നമുക്ക് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം നിലവിൽ നമുക്കിവിടെ കണക്ഷന് ആവശ്യമില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ്. ഇവിടെ നമ്മൾ ലിമിറ്റഡ് സെറ്റപ്പിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലോക്കൽ യൂസർ മാത്രമാണ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സെറ്റപ്പ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നു.
അപ്പോൾ നമ്മളോട് പേര് ചോദിക്കും, അതായത് ആരാ ഇത് നമ്മുടെ ഏത് യൂസറാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പേര് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുത്തേക്കുക. പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി, അത് ഓപ്ഷനിലാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ, അതുകൊണ്ട് നമ്മളതും കൊടുത്തിട്ടില്ല. ഇനി അടുത്തായിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇവിടെ എന്താ പറയുക, സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി, നമുക്ക് കൊടുത്താൽ മതിയാവും. അവിടെ നമ്മൾ ഡിക്ലൈൻ ചെയ്ത് വിടുകയാണ്. കാരണം നമ്മളിതിവിടെ കോർട്ടാൻ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കിപ്പോൾ ആവശ്യമില്ല. കാരണം നമ്മൾ അതൊന്നും ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കുറച്ച് സെറ്റിങ്സുകളാണ്. ലൊക്കേഷൻ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡ്വർടൈസിങ് ഐ ഡി, ലിങ്കിങ് ആൻഡ് ടൈപ്പിങ്, ഫൈൻഡ് മൈ ഡിവൈസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. പക്ഷെ നമുക്ക് ഇതൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉപയോഗമില്ലാത്തതിന് ഞാൻ ഈ മെഷീനിൽ ഇതൊക്കെ ഓഫ് ചെയ്ത് വിടുവാണ്. കാരണം നമ്മളിവിടെ കോർട്ടാനെ ഒന്നും എനേബിൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിവിടെ സ്പീച്ച് റെക്കഗ്നീഷൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ നമ്മൾ GPS പോലെയുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ലൊക്കേഷനൊന്നും അങ്ങനെ നോക്കുന്നില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ടൈപ്പിങ്ങിൻ്റെ അതേ കാര്യങ്ങൾ അതൊന്നും ഒരു ഇതായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ആ കാര്യങ്ങളും നമ്മളവിടെ ലിസ്റ്റ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഒന്നും നമ്മളവിടെ ചെയ്യണില്ല. മൊത്തം സെറ്റിങ്സ് നമ്മളങ്ങ് ഓഫ് ചെയ്യുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എനേബിൾ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് ഡിസേബിൾ ചെയ്ത് തന്നെ പോവാം. അക്സെപ്റ്റ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇനി അടുത്തായിട്ട് ഇത് കുറച്ച് കമൻസ് ഒക്കെ കാണിച്ചത് കോൺഫിഗർ ചെയ്യും. ആ ടൈമിൽ കുറേ മെസ്സേജ് പോലെ നമ്മൾ ഓരോരോ കമൻസ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നേരെ നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ട് എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആപ്പിളിന്റെ പുതിയ ടയറിന്റെ വില കേട്ടോ. നമ്മൾ ഏതാണ്ട് സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതാണ്ട് ഡെസ്ക്ടോപ്പിലോട്ട് എത്തി. ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഡെസ്ക്ടോപ്പ്. പിന്നെ കോൺഫിഗറേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഐക്കൺസൊക്കെ, ബേസിക് ആയിട്ടുള്ള ഐക്കൺസൊക്കെ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് ഇടാം. ഈ ഡെസ്ക്ടോപ്പിലോട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ഐക്കൺസ് ഉണ്ട്, അത് ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലാപ്ടോപ്പ്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡ്രൈവേഴ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക, കോൺഫിഗർ ചെയ്യുക, അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ, ഇനി സോഫ്റ്റ്വെയർസ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.